ആശാനൊന്ന് വേഗം വാ. ആ മുരുകൻ ഇങ്ങനെ ഒരു സന്മനസ് കാണിച്ചതുകൊണ്ട് ഇപ്പൊ ഇതിനകത്തെങ്കിലും ഒന്ന് സഞ്ചരിക്കാറായി. എനിക്ക് അവനെ അത്ര പിടിക്കുന്നൊന്നുമില്ല. ഒരു വായി നോക്കി. ഏയ് മുരുകൻ ആള് ഡീസന്റാ. ബാപ്പാന്റെ ഭാര്യ കുട്ടികൾ എന്ത് വിളിക്കും? ഉമ്മ. ആണേ. തന്നോളൂ. ഏറ്റവും തോന്നുന്ന എന്തുവാടാ ചെസ് കളിക്കുന്നു? ചീട്ടിട്ടടാ. ഓ ഉമ്മ തന്നില്ല. അവനേതായാലും ഉമ്മ ചോദിച്ചതല്ലേ, ചെന്ന് കൊടുക്കടാ. അയ്യേ അയ്യനെ വൃത്തിയാക്കുന്നത്. എന്ത് രതിവകൃതമാണ് ഈ കാണിക്കുന്നത്? ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഞാൻ എന്ത് വിശ്വസിച്ച് ജീവിക്കും? നാണം ഉണ്ടോടാ നിനക്ക്? ആ പെണ്ണിന്റെ പുറകെ വൃത്തിയോട് പറയാൻ. വല്ലവന്റെ വീട്ടിൽ കയറി വെള്ളം അടിച്ച് ചീട്ട് കളിക്കുന്നതിന് അത്ര വൃത്തിയായിട്ടില്ല. തോന്നിവാസം കാണിച്ചിട്ട് നീ മറ്റേ വർത്താനം പറയുന്നു. അടിച്ചെന്നെ മോനാടെ ഷേപ്പ് ചെയ്യാൻ പറ്റും. ആളാകാൻ നോക്കല്ലേ. മല്ലയെ കുപ്പിയിലാക്കി 10 ലക്ഷം വാങ്ങിച്ചോണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്ക. ഇനിയും വല്ല നക്കാപ്പിച്ചും കിട്ടുമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോയിക്കണം, അല്ലാതെ ഭരിക്കാൻ വന്നോണ്ടല്ലോ. എന്താണ് പറഞ്ഞത്? വേണ്ട. അവനെ തൊട്ട കൊണ്ണുകളയുണ്ട്. ഓഹോ, അപ്പൊ എന്നെക്കാളും വലുത് മല്ലേക്ക് ഇയാളാണല്ലേ? നൻകെ നീയും അവനും ഒരു പോലെ. ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ, അല്ലാതെ എന്ത് ബന്ധം മല്ലേക്ക് ഇയാളായിട്ടുള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ ഞാനും ആരാ അല്ലേ? പണ്ട് മസനഗുഡിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന കാര്യസ്ഥന്റെ മോൻ, അത്രല്ലേ ഉള്ളൂ. അങ്ങനെയാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത്. ആണോടാ? എന്താ ചന്ദ്ര ഇത്? മല്ല എന്നോട് ക്ഷമിക്കണം. മീനാക്ഷിയുടെ മോശമായി പെരുമാറുന്ന കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ. ഓഹോ, എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്? മീനാക്ഷി സെല്ലി ചെയ്യരുത് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞോണ്ട് മാനകെട്ട മകൻ. മറ്റുള്ള പെമ്പിളരെ കണ്ട പോലൊന്നുമല്ല അവളെ ഞാൻ കണ്ടതും അടുത്ത് പെരുമാറിയത്. അതിപ്പോ അത്ര വലിയ തെറ്റായി പോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മിണ്ടരുത്, കൊള്ളുണ്ണൻ. മല്ലയ്യ, ഞങ്ങള് കാരണം ഇനി നിങ്ങൾ തമ്മിൽ വഴക്കു വേണ്ട. ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ ഇറങ്ങിക്കോളാം. പോകേണ്ടത് നിങ്ങളല്ല, ഇവനാ. ഇവൻ അല്ലെങ്കിൽ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കാം. ഇനി പോകുള്ള മുറുക ബാടാന്നൊന്നും പറയാൻ നിൽക്കരുത്. നീ ഇങ്ങോട്ട് വരേതേ പേടാ. ഇനി എന്റെ പട്ടി വരും. മല്ലേക്ക് ഇപ്പൊ ബന്ധുക്കളൊക്കെ ആയല്ലോ. തളർന്നിരിക്കുന്നതും കിടക്കുന്നതും ആയിക്കോ. എല്ലാവരും കൂടെ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോ. ഞാൻ ആർക്കും ഒരു ശല്യമാവുന്നില്ല. ആശാനെ, ഈ വീൽ ചെയർ വാങ്ങിച്ചു അന്നേരം നന്നെങ്കിലും കാണിച്ചുകൂടായിരുന്നാ? അവനെ തിരിച്ചു വിളിക്കുമല്ലയ്യ. അവൻ വരും, ഇല്ലിഗേ വരും. ഈ വീട്ടിൽ തന്നെ വരും. ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. അല്ല, നിന്റെ പട്ടി ബണ്ണില്ലേ? പട്ടിയോ? എനിക്കെവിടുന്ന പട്ടി? നിന്റെ പട്ടി ബരുവെന്ന് പറഞ്ഞല്ലേ നീ പോയത്? അല്ല, പോയാ നാളത്തെ ചെക്കാര് കൊടുക്കും. അതിനല്ലട സാമി ഉള്ളത്. സാമിക്ക് ഓഡിറ്ററെ കാണാൻ പോണ്ടേ? ചെക്ക് കൊടുത്തു പോയാ പോരെ? അല്ല, തോട്ടത്തിലെ വിളവെടുപ്പ് നടക്കല്ലേ? അതിന് പണിക്കാരുണ്ടല്ലോ. ഭക്ഷണം കഴിക്കുമ്പോ ഒന്നും മിണ്ടായിരിക്കും. പോട്ടമല്ലയ്യ, ഒന്നും പറയണ്ട. ആശാനെ, വീൽ ചെയറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയണേ, വാറണ്ടി ഉള്ളതാ. ഇവിടെ ഒരു ഗ്ലാസ് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ. നീ വന്നത് ഏതായാലും നന്നായി. നിന്നോടൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. ചന്ദ്രമോഹൻ മീനാക്ഷിക്ക് ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യേ, ഫുൾ ടൈം കള്ളു പിടിച്ചിടക്കുന്ന അയാളോ? അയാൾ കൊണ്ടുവരുന്ന ആളും കള്ളുപിടിയനായിരിക്കും. നമുക്കതൊന്നും വേണ്ട. ചെറുക്കനാവക ദുസ്വഭാവങ്ങളൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല. സെറിക്കനുടെ ചുറ്റുപാട് കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ട്. മീനാക്ഷി സെറിക്കനെ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളത് ഉറപ്പിച്ചു. ഇനി മേലെ നീ മീനാക്ഷി ആവശ്യമില്ലാതെ സെല്ല് ചെയ്യരുത് കേട്ടോ. എടാ, ചന്ദ്രമോഹനെ കൊണ്ടുവന്ന ആലോചന വേറെ ആരുമല്ലടാ, നിന്റെ ആടാ ഡബ്ബനാൻ മകനെ. അല്ലെങ്കിലും ഈ ചന്ദ്രമോഹൻ ആള് നല്ലവനാ. പക്ഷേ ഒരു കാര്യം, ഗൗരിയുടെ കല്യാണം കഴിഞ്ഞ് ഇത് നടക്കൂ. മതി, രണ്ടും ഒരുമിച്ച് നടത്താലോ. അവിടുത്തെ സംസാരമൊക്കെ കേട്ടല്ലോ. ഉള്ളിൽ ഓരോന്ന് വെച്ചിട്ട് വെറുതെ ബലം പിടിക്കല്ലേ. ഇത് തന്നെയാണ് പറ്റിയ സമയം.
ഞാൻ നിന്റെ മനസ്സിലുള്ള കാര്യം ആശാനോടും മുരുകനോടും പറയാൻ പോവാ. അവര് പിന്നെ മല്ലയായിട്ട് സംസാരിക്കട്ടെ. പറയട്ടെ. ഈ മൗനം ഞാൻ സമ്മതമായിട്ടെടുത്തോട്ടെ. അല്ല, മല്ലയോട് പറയാനുള്ള സമ്മതം. മുല്ലയ്യ, ഛേ, മുത്തയ്യ, ഛേ, മല്ലയ്യ. ഈ പ്രായത്തിൽ ഇനി കല്യാണം? അതിന് ഗൗരിക്ക് അത്ര പ്രായമായിട്ടില്ല. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഈമന്റെ കാര്യം നടക്കട്ടെ. എനിക്കിനി അങ്ങനെയുള്ള ആശകൾ ഏനും ഇല്ല. ചുമ്മാ ചാടാണിക്കല്ലേ. ഇപ്പൊ തന്നെ ലേറ്റാ. വേണമെങ്കിൽ ഇപ്പൊ പറയണം. അതെല്ലാം ശരിയാകത്തില്ല. ഓ, അത് ശരി. അപ്പോ വിവാഹം കഴിക്കാൻ പറ്റാത്ത രീതി ശാരീരികമായ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ ഓടിത്തിനോട് കാത്തെ. പിന്നെന്താ സമ്മതിച്ചാല്? ഞാനത് പറയണോ? ഞാനത് തന്നെ ഹേളുവെക്കാം. മുരുക വേണ്ട. മക്കള് നന്നായി കാണണമെന്നുള്ള ഒരു അച്ഛന്റെ ദുരാഗ്രഹം കൊണ്ട് ആലോചിച്ചതാ. അതുകൊണ്ട് അർഹതയില്ലാത്ത ഒരു ബന്ധമാണെന്ന് അറിഞ്ഞിട്ട് പോലും. അർഹതയില്ലാത്ത എനിക്കാണ് ആസാനെ. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ എല്ലാരും എന്നെ വെറുക്കും. ആസാനും ഗൗരിയും എല്ലാരും. അതുകൊണ്ട് മല്ലയെ കുറിച്ച് ഇനി എന്തറിയാനാ? എടാ, നീ അറിയാത്ത ഒരാൾ എന്റെ ഉള്ളിലുണ്ട്. അത് ഈ നാട്ടുകാർക്ക് അറിയാം, ഈ ആസാൻ അറിയാം. അതാരാണെന്ന് അറിഞ്ഞിട്ട് ആസാൻ തന്നെ തീരുമാനിക്കും. ആസാന്റെ മകൾക്ക് പറ്റിയ ആളാണോ ഞാനെന്ന്. മല്ലയ്യ പറയുന്നതൊന്നും എന്നാ ശരിക്ക് പറഞ്ഞു തരാം. പണ്ട് കുറെ കാലം മുമ്പ് നാട്ടുകാരുടെ പണവും കത്കൊണ്ടുപോയ ആസാനെ ഈ ഗതിയിലാക്കിയ ഒരു കള്ള ഹുടുകനെ ആസാൻ ഓർമ്മയുണ്ടോ? ആ ഹുടുക ആനാ. പണം കത്കൊണ്ട് പോകുന്നു എന്ന് കരുതിയിട്ടല്ലേ ആസാൻ എന്നെ തടഞ്ഞത്. പക്ഷേ ശരിക്കും നടന്നത് എന്താണെന്ന് ആസാൻ അറിയാം. അപ്പൊ മലയാളം അറിഞ്ഞുകൂടാത്ത എനിക്ക് അവർ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ആ ദുഡിൻ പെട്ടി ഏത്കൊണ്ട് ഓടൂ. ഓട്, ഓടിടോ. ಅಣ್ಣವರೇ, 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 ಏನಾಯ್ತು ಅಣ್ಣವರೇ? ಮಾತಾಡಿ ಅಣ್ಣವರೇ, ಏನಾಯ್ತು ಅಣ್ಣವರೇ? അതാരാ ചെയ്തത് എനിക്കറിയില്ല. അത് കണ്ടുപിടിക്കണോ അവരോട് പകരം ചോദിക്കണോ അല്ല ഞാനിവിടെ വന്നത്. പക്ഷേ എല്ലാവരുടെ കണ്ണിലും ഞാനിപ്പോ കള്ളന്. സ്വന്തം മകനെ പോലെ സ്നേഹിച്ച മനസ്സിനെ പറ്റിയ സാധ്യത. മറ്റാരെയോ രക്ഷിക്കാൻ അന്ന് കുറ്റം വീരുവിന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ കുറുപ്പച്ചനോട് ഞാൻ പലയാവർത്തി ചോദിച്ചിട്ടും വീരുവിന്റെ പേര് തന്നെയാണ് അയാൾ പറഞ്ഞത്. പിന്നെ ആ സത്യം അറിയാവുന്നത് മിണ്ടാൻ വയ്യാതെ കിടക്കുന്ന ഉണ്ണിത്താനാണ്. ഇനി ആ സത്യം അറിയണമെങ്കിൽ ഉണ്ണിത്താൻ സംസാരിക്കണം. എങ്കിലേ പഴയ വീരു തെറ്റുകാരനല്ലെന്ന് ഈ നാട്ടുകാർ വിശ്വസിക്കൂ. ഒരു തെറ്റ്, ഒരേ ഒരു തെറ്റ്, അത് മാത്രം ഞാൻ ചെയ്തുള്ളൂ. അത് ആസനോടാ. എനിക്ക് രസവരാൻ വേണ്ടിയാ അങ്ങനെ ചെയ്തു. എല്ലാ ചട്ടമ്പകളുടെയും അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ദൈവം എനിക്ക് തന്ന ശിക്ഷ. അത്രയേ ഉള്ളൂ. ഈ അവസ്ഥയിലിരിക്കുന്ന എനിക്ക് എന്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ചുള്ള വേവലാതിയേ ഉള്ളൂ. അവർക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ പഴയതെല്ലാം മറക്കാൻ ഞാൻ തയ്യാറാണ്. സ്റ്റോപ്പ്. ചവിട്ടി നിർത്തിക്കോ. വെറുതെ എന്റെ ഭാര്യയെ കൊണ്ട് വെള്ളസാരി ഉടിപ്പിക്കണ്ട. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ? ശരി, വണ്ടി എടുക്കടാ. അതല്ലാന്ന്, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. മല്ലയ്യയുടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആശാന്റെ പെൺമക്കളെ മല്ലയും മുരുകനും ചേർന്ന് പടലയോടെ കെട്ടാൻ പോണത്രേ. അതിലൊരു ചതിയില്ലേ? എന്ത് ചതി? അപ്പ മുതലാളിയുടെ ഡോക്ടർ പെണ്ണിനെ ആ മല്ലയ്യ കെട്ടില്ല. ഓഹോ, അപ്പൊ നീ മല്ലയുടെ ഭാഗത്താണോ? കഴിഞ്ഞ ദിവസം മല്ലയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ. എന്നിട്ടിപ്പൊ മറ്റവളെ കെട്ടാൻ പോകുന്നെന്ന്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടടാ, നമുക്ക് കാണാം. നാടകം കളിക്കാൻ അവനാര് എണ്ണൻ പിള്ളേ? ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്.
നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. അതിന് പറ്റിയ ആള് ഞാൻ തന്നെയാ. പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റിയെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതെങ്ങനെ? ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പോ പരസ്യമായി തല്ലാൻ പോകും. തല്ലാനോ? അയ്യോ അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി. അപ്പൊ ഞാൻ തന്നെ തുടങ്ങി നോക്കാം. തമാശ കളിക്കല്ലെന്ന് ഒറിജിനാലിറ്റി ഇല്ലെങ്കിൽ വിശ്വസിക്കില്ല. വേണ്ട, മേലിൽ നിന്റെ മുതലാളിയുടെ മുന്നിൽ കണ്ടുപോയിരുന്നു. മല്ലയ്ക്ക് സ്തുതി പാടുന്നവന് മല്ലയ്യയുടെ കൂടെ പൊക്കോണം. ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂടാ. കാട്ടാപ്പള്ളി ഇനി അവിടം വരെ എങ്ങനെ നടന്നെത്തുവെന്തോ. ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ നടന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് കയറി വന്നേ? പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ പറഞ്ഞു. നിന്ന് കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണേ. ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതെല്ലാം പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മല്ലയ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മ രഹസ്യങ്ങൾ സോർത്താൻ. ചില സമയത്ത് സത്യേക്കാൾ ബലനാണ് ബുദ്ധി. ഞാൻ പറഞ്ഞിട്ടില്ലേ? കട്ട്കൊണ്ട ആട്ടാടോണ. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. ഇങ്ങ വാ പറയട്ടെ. എന്നെ തല്ലാനല്ലെന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം. ശിവനെ കൊണ്ടാണേട്. നീ മര്യാദക്ക് ഇവിടെ നിൽക്കുമോ? അയ്യോ, ഞാൻ മര്യാദയ്ക്ക് നിൽക്കുന്നേ. പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ സത്യം. ആ കാട്ടുപുളിയെ ശരിയാക്കാൻ ഞങ്ങള് പലതും ആലോചിക്കും. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. ആശാനെ, കണിയാന്റെ അടുത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ അയാള് പറയുന്നു ഉടനെ എങ്ങും പറ്റിയ മുഹൂർത്തമില്ലെന്ന്. പിന്നെ ഞാൻ കത്ത് കാണിച്ചൊരു വരട്ടിയപ്പോ ഒരു ഉഗ്ര മുഹൂർത്തം കുറിച്ച് തന്നു. പിന്നെ കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഈ മല്ലയ്യ കല്യാണം കഴിക്കാൻ പോണ കല്യാണ പെണ്ണ ഏതാ? പുറത്ത് പറയണ്ട. കാട്ടാപ്പള്ളി കെട്ടാൻ വന്ന ഡോക്ടർ പെണ്ണ. മുതലാളി നിക്ക്. ആ ഡോക്ടർ പെണ്ണിനെ മല്ലയ്യ കെട്ടാൻ പോകുന്നു. കള്ളം പറയരുത്. ശിവനാണ് സത്യം എന്നോട് പറഞ്ഞതാണ്. മല്ലയ്യ, ആ നാഗേന്ദ്രൻ കല്യാണം അടുത്ത മാസമാണെന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നു. ദേ ഇപ്പൊ എന്നെ ബലമായി പിടിച്ചോണ്ട് പോയി താലി കെട്ടാൻ പോവാ. വാതിൽ തുറക്കടി. 11 മണിക്കാ മുഹൂർത്തം. അണിഞ്ഞൊരുങ്ങി വേഗം വന്നില്ലെങ്കിൽ ഉടുത്ത തുണിയാലെ എടുത്തോണ്ട് പോകുന്നില്ല ഞാൻ. വാതിൽ തുറക്കാൻ. ലക്ഷ്മി, നീ നേരു ഭയപ്പെടಬೇಡ. ഒരുങ്ങി ഇറങ്ങിക്കോളും. അവൻ നിന്റെ കളത്തിൽ താലി കെട്ടില്ല. ധൈര്യമാക്കിരോ. സോറി. ഏടാ ദശമുല കണ്ടു കാണുമെന്തോ ശിവനെ. എന്താ ഇവിടെ ബട വന്നു? നീ അറിഞ്ഞോ? ഇല്ല. ഇന്ന് 11 മണിക്ക് നാഗേന്ദ്രൻ ആ ഡാക്ടർ പെണ്ണിനെ കല്യാണം കെട്ടാൻ പോണു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. നാഗേന്ദ്രന്റെ എല്ലാ കാറിലും ഞാൻ ബോംബ് വെച്ചു. 10:30 മണിക്ക് പോട്ടു. നന്നായി. നിൻಗೆ ನನ್ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ ನನ್ ಹಂದಿ മകനെ. ബോംബ് വച്ചത് മാത്രമല്ല, കണ്ണടയിൽ എന്തോ ഗൊത്താനാണ് പ്ലാൻ. ശിവനെ, ഞാൻ ചെല്ലുന്നതിന് മുമ്പെങ്ങാനും ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചി കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളു. മാറകാളെ അക്കന്മാരെ ദഹിപ്പിക്കാനുള്ള വെറുതും കൊണ്ടുപോകണം. മുതലാളി ഇറങ്ങി വന്നേ. എല്ലാ കാറിലും മല്ലയ്യ ബോംബ് വെച്ചേക്കാ. അതേന്ന് കൃത്യം 10:30 തന്നെ ബോംബ് പൊട്ടും. ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ. നോക്കി നിൽക്കാതെ മുതലാളി ഇങ്ങോട്ട് വന്നേ. ഞാനല്ലേ പറയുന്നത്, ചാടിക്കോ. തലയിലേക്ക് ചാടല്ലടാ. ഇപ്പൊ പൊട്ടു മുതലാളി. വെയിറ്റ് ചാടാൻ വേണ്ടി മല്ലയ്യ വരുന്നുണ്ട്.
പത്ര കഴിഞ്ഞ് ഇനി നമുക്ക് വെള്ളത്തിൽ കയറാം. കൊല്ലൂടാ നിന്നെ ഞാൻ. കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടെങ്കിൽ പിടി. കാട്ടാപ്പിള്ളിയുടെ പെണ്ണിനെയും കൊണ്ട് കർണാടകയിലേക്ക് തന്നെ എനിക്ക് മുങ്ങിയിരിക്കണത്. അല്ല നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിനു ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ, എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ശിവനെ, മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ഞാൻ ചത്തോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിന് കൊടുക്കൂടാ. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്ക. നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെട്ടേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. എന്തൊക്കെ പറഞ്ഞാലും വാസുവിന്റെ മക്കളുടെ കാര്യം ആ കഷ്ടത്തിലായത്. മല്ലയെ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നാൾ കേട്ടതൊക്കെ വെറും കെട്ടുകഥകളാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോ എന്റെ മക്കളുടെ ജീവിതം അവന്മാർ തകർത്തത്. പറടാ, എവിടേക്കാ നിന്റെ മല്ലയ്യ അവളെ കൊണ്ട് പോയത്? എനിക്കറിയില്ല. അറിയില്ലേ? എങ്കിൽ പിന്നെ നിന്റെ ശവം കാണാൻ അവൻ വരുന്നു. അവനൊന്നും ചെയ്യരുത്. അവൻ അറിയില്ല. മല്ലയ്യ നമ്മളെയെല്ലാം ഒരുപോലെ ചതിച്ചവനാ. പണ്ടും അവൻ ചതിച്ചിട്ടുണ്ട്. അവൻ മല്ലയ്യൊന്നുമല്ല, പണ്ട് ഇവിടെ നിന്ന് പണവും മൂട്ടിച്ചൊല്ലു പോയ വീരുവാ. സത്യാണ് ആശാനെ. നാഗേന്ദ്ര, ഇനി നമ്മൾ തമ്മിൽ ശത്രുതയില്ല. പക്ഷെ ഒരവകാശം നീ എനിക്ക് വിട്ടുതരണം. അവനെ കൊല്ലാനുള്ള അവകാശം. എന്റെ ശത്രുവിനെ നിനക്ക് വിട്ടുതരാനോ? ഓടാ, നീ കാഴ്ചക്കാരനായിക്കോ. കണക്കുകളൊക്കെ എനിക്ക് തീർക്കണം. ജീവൻ പോകുമ്പോഴുള്ള അവന്റെ പെടച്ചിൽ കണ്ട് നീ രസിച്ചോ? ഇനി അവൻ രക്ഷപ്പെടില്ല. ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഈ നാഗേന്ദ്രൻ അവനെ പൊക്കിയിരിക്കും. വാടാ. മല്ലയ്യോട് ലക്ഷ്മി എല്ലാ കഥകളും പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ. സ്നേഹിച്ച പെണ്ണിനെ കല്യാണം ആലോചിക്കാൻ ചെന്ന എന്റെ മകനെ അയാള് ഇനി ഇവിടെ വന്നെങ്ങാനും വരല്ല. അവൻ ആവശ്യം എന്നെ. ഞാൻ അവന്റെ അടുത്തേക്കാണ് പോണത്. അച്ഛനാ, വളരെയധികം നന്ദിയുണ്ട് മല്ലയ്യ. ഇവനെ ആ നാഗേന്ദ്രൻ ഉപദ്രവിച്ചപ്പോ ഞാൻ അവനെ കാണാൻ ചെന്നിരുന്നു. പക്ഷെ ആ പടിക്കകത്തോട്ട് പോലും അവൻ എന്നെ കയറ്റിയില്ല. അവന്റെ അച്ഛനെ ഒരുപാട് സഹായിച്ചിട്ടുള്ളവനാ ഞാൻ. ഇതിനൊക്കെ എങ്ങനെ പ്രത്യുപകാരം ചെയ്യണമെന്ന് എനിക്കറിയില്ല. സാർ പണ്ട് എനക്കും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അതിന് പകരമായ ഒരു ചെറിയ സഹായം അതിനേ ഉള്ളൂ. ഒന്ന് പുറത്തേക്ക് വരുമ്പോ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. പിന്നെന്താ? എന്റെ ജീവിതമല്ലാതെ ആയത് നാട്ടുകാരുടെ മുമ്പിൽ ഞാനിപ്പോ ഒരു കള്ളനാ. എല്ലാ സത്യങ്ങളും നിങ്ങൾക്കറിയാം. ഇഷ്ടകാലമായില്ല സാറേ. ഇനിയെങ്കിലും പറയൂ. മസനഗുഡിയിൽ വെച്ച് ഉണ്ണിത്താനെ ആക്രമിച്ചവനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോ ആര് പറഞ്ഞിട്ടാ നീ അത് ചെയ്തത്? അവൻ വീരുവിന്റെ പേരല്ല പറഞ്ഞത്. സാർ രക്ഷിക്കണം. എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ. ഉണ്ണിത്താനോട് കൂറുള്ള ഏതോ പോലീസുകാരൻ ആ സത്യം ഉണ്ണിത്താനെ അറിയിച്ചു. കൂടെ നടന്നിട്ട് ചതിക്കായിരുന്നില്ലടാ. ലാഭം കിട്ടുന്ന വകയിൽ ന്യായമായ പങ്ക് തന്നില്ലെങ്കിൽ നീ ചതിക്കൂടാ എന്ന് ഞാൻ നിനക്ക് കൂടുതലേ തന്നിട്ടുള്ളൂ. കണക്ക് പ്രകാരം എനിക്ക് ഇനിയും കൂടുതലേ കിട്ടാനുള്ളൂ. കുറുപ്പച്ച വേണ്ട, ഇത് നാട്ടുകാരുടെ പണമാ. ആ ദുഡിൻ പെട്ടി കൊണ്ട് ഓടൂ. ഓടിപ്പിടോ.
നാഗേന്ദ്രൻ രക്ഷപ്പെട്ടോ. കാട്ടാപ്പള്ളി കുറുപ്പച്ചന്റെ മകൻ നാഗേന്ദ്രന് ഉണ്ണിത്താനെ വെട്ടിയത്. മകനെ രക്ഷിക്കാൻ അന്ന് തന്നെ കുറുപ്പച്ചൻ എന്നെ വന്ന് കണ്ടു. പിറ്റേന്ന് തെളിവെടുപ്പിനായി നിന്നെ കൊണ്ടുവന്നപ്പോ വാങ്ങിച്ച പണത്തിന്റെ നന്ദി എനിക്ക് കാണിക്കേണ്ടി വന്നു. പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ ഉണ്ണിത്താനെ വെട്ടിയത്? നീ മുഗ്ധ തന്നെ, അത് തന്നെ ഞാൻ കേളിതു. ഈ പരിസരത്ത് തന്നെയല്ലേ ആ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിനക്ക് ദുഡ് കൊട്ടത് ഉണ്ണിത്താത്താനെ. ആ കുറുപ്പച്ചന്റെ കയ്യിൽ തന്നെയാ ആ പണം ചെന്നെത്തിയത്. പക്ഷേ തൊണ്ടി മുതലുമായി നീ കടന്നു കളഞ്ഞു എന്നാ ഞങ്ങൾ നാട്ടിൽ പറഞ്ഞു പരത്തിയത്. ആളുകൾ കേൾക്കിയൊന്നും നിന്നോട് മറ്റൊരു രീതി ചോദിച്ചും നിന്റെ തലയിൽ ആ കുറ്റം ചാർത്തിയത് ഞാൻ തന്നെയാ. ഈ സത്യം ഞാൻ എവിടെ വേണമെങ്കിലും ബോധിപ്പിക്കാം. മല്ലയ്യ വീരുവാണ് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. അവരാകെ ഇളകിയിരിക്കുക. നമ്മുടെ ബംഗ്ലാവിനോട് കല്ലെറിഞ്ഞു. ഇപ്പൊ ഇതാ തോട്ടത്തിലെ ഷെഡും കത്തിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഈ കേസിൽ ഇദ്ദേഹം നിരപരാധിയാണ്. ഉണ്ണിത്താനെ വെട്ടിയിട്ട് നാട്ടുകാരുടെ പണവുമായിട്ട് മുങ്ങിന്നാണല്ലോ ആരോപണം. തെഫ്റ്റും മർഡർ അറ്റംപ്റ്റുമാണ്. പ്രൊസീജിയറൊക്കെ സാറിന് അറിയാമല്ലോ. അറസ്റ്റ് രേഖപ്പെടുത്താൻ തരമില്ല. മല്ലയ്യയോടൊന്ന് സഹകരിക്കാൻ പറയണം. മല്ലയ്യ ഇപ്പൊ പുറത്തു പോകുന്ന അപകടമാണ്. നാട്ടുകാരാകെ വയലന്റ് ആയിരിക്കുക. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവിടെയാണ് സേഫ്. നാളെ നമുക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം. എല്ലാം നിയമപരമായി തന്നെ നമുക്ക് തെളിയിക്കാം. എന്റെ മൊഴി കോടതിയിൽ സോളിഡ് പ്രൂഫായിരിക്കും. പിന്നെ ഈ നാട്ടുകാരുടെ മുന്നിൽ മല്ലയ്യയ്ക്ക് തല ഉയർത്തി പിടിച്ച് നടക്കാം. ധൈര്യമായിട്ടിരിക്കെ. നാഗേന്ദ്രൻ സാറേ, ഇനി കഷ്ടപ്പെട്ട ആളെ തപ്പി നടക്കണ്ട. ആളിതേ താനേ ഇങ്ങ് കൂട്ടിക്കയറി വന്നിട്ടുണ്ട്. സാറിങ് വന്നാ നമുക്ക് ഒരുമിച്ച് ഇവനെ ഒന്ന് സൽക്കരിക്കാം. സൽക്കാരം നിനക്ക് ഞാൻ തരാമട നായിന്റെ പാട്ടി. നിനക്ക് നൻപക ಗೊತ್ತಿಲ್ಲ അന്തിമവനെ. നടന്നതെല്ലാം നീ കോടതി പറയുമല്ലേ? സാർ അറിഞ്ഞോ? കോടതിയിൽ മൊഴി നൽകേണ്ട കൃഷ്ണദാസ് ഇന്നലെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു. ഇനി ഇവൻ എങ്ങനെ സത്യം തെളിയിക്കുന്ന എനിക്ക് അറിയേണ്ടത്. എന്റെ റോള് തീർന്നു. കണക്കുകളൊക്കെ വേഗം തീർത്തണം. അതിവിടെ വെച്ച് വേണ്ട, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്. ഒരു തരിമ്പ് ജീവൻ ബാക്കി വെച്ചിട്ട് ഞാനിവനെ നാട്ടുകാരുടെ മുമ്പിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കും. പിന്നെ അവര് നോക്കിക്കോളും. ജനങ്ങളെ വഞ്ചിച്ചവനെ ജനങ്ങൾ ആക്രമിച്ചു കൊന്നു. അതായിരിക്കണം നാളത്തെ വാർത്ത. അല്ലാതെ ഇവനൊക്കെ ജയിലിൽ പോയ കുറച്ചുനാൾ കഴിയുമ്പോ ഇങ്ങ് ഇറങ്ങി പോരും. ഇതാവുമ്പോ ഇവിടെ വെച്ച് തന്നെ എന്നേക്കുമായ അന്ത്യം. കൊണ്ടിയെന്ന് ഇറക്കിവനെ ഭ്രാന്തളകിയ ജനത്തിന്റെ മുന്നിലേക്ക്. നമ്മളെ ചതിച്ചുണ്ടാക്കുക ഇതെല്ലാം. അവന്റേതായി ഭൂമിയിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. വെട്ടി നിർത്താനല്ല, വെട്ടിക്കളയണല്ല. വേണ്ട, കണ്ടോ? ഈ നാട്ടുകാർ മുഴുവൻ ഇപ്പൊ നാഗേന്ദ്രന്റെ ഭാഗത്താ. ഇവരുടെ മുമ്പിൽ നീ കള്ളനാ. മകളെ കെട്ടിക്കാനും വീട് പണിയാനും സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഇവരുടെ പണം മോഷ്ടിച്ചോണ്ട് പോയ കള്ളൻ. എല്ലാം കൈവിട്ടു പോയല്ലോ ഗോപാല. ഇനി എന്ത് ചെയ്യും? സത്യം അറിയാവുന്ന ഒരേ ഒരാൾ ഉണ്ണിത്താൻ മാത്രമേ ഉള്ളൂ. ഇനി ഉണ്ണിത്താൻ സംസാരിക്കണം. ഇനി നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കില്ല. ഇപ്പൊ ഞാനൊരു വിരൽ അനക്കിയാ മതി.
ഇവിടെ ഒരു പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ നിന്നെ ഇവർ കൊല്ലും. പക്ഷെ നിന്നെ എനിക്ക് വേണം. ഇവരുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം. എന്നെ തോൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെട്ടു. എനിക്ക് രസപ്പെടണ്ട. ഇവർ മുന്നിൽ വെച്ച് നിനകൊന്നാ മതി. ഞാൻ അച്ഛനെ പോലെ സ്നേഹിച്ച മനസ്സിനെ വെട്ടിയതിന്, ഈ നാട്ടുകാരെ മുന്നിൽ എന്നെ കള്ളനാക്കിയതിന് നിന്നെ കൊല്ലണം. നായിന്റെ പട്ടി പട്ടി മോനെ. വേണ്ട. വേണ്ടി വരൂ. ഇദ്ദേഹത്തിന്റെ സംസാരശേഷി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇനി ആ പ്രതീക്ഷ വേണ്ട. ഇനി എന്താ ചെയ്യാ? ഇനി മല്ലയ്യ പറഞ്ഞൊരു ബുദ്ധിയുണ്ട്. അടിച്ചു കൊല്ലണം അവനെ. ഉണ്ണിത്താൻ സംസാരിച്ചേ, ഉണ്ണിത്താൻ സംസാരിച്ചേ, ഉണ്ണിത്താൻ സംസാരിച്ചു. ഉണ്ണിത്താനെ വെച്ചത് മല്ലയല്ല, ഈ നിൽക്കുന്ന പണിക്കരാ. ഞാനോ? ആ, താൻ തന്നെ. തോന്നിയാസം പറയരുത്. ഒരു തോന്നിയാസമില്ല. ഉണ്ണിത്താൻ സംസാരിക്കാൻ ചെയ്ത് ഞങ്ങളത് കേൾക്കാൻ ചെയ്ത്. അതെ, ഞാനാരെയും കുത്തിട്ട് വിട്ടിട്ടൊന്നുമില്ല. ഉണ്ണിത്താൻ വെളിവില്ലാതെ വല്ലതും പറഞ്ഞായിരിക്കും. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനല്ല ഉണ്ണിത്താനെ വെട്ടിയത്. ഈ നാഗേന്ദ്ര മുതലാളിയാ. ഈ നാഗേന്ദ്ര മുതലാളി വെട്ടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ മക്കളാണ് സത്യം. പറ മുതലാളി, പദവിളകി ആന കുത്താൻ വന്നാലും നെഞ്ചും വിരിച്ച് നേരിടണമെന്നല്ലേ? മുതലാളിയാണ് വെട്ടിയതെന്ന് നല്ല അന്തസ്സായിട്ട് നിന്ന് പറ. ഇനി ഞാൻ അപ്പുറത്ത് നിന്നില്ലേ രക്ഷയില്ല. മുതലാളി എന്നോട് ക്ഷമിക്കണം. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ. ശിവന് ഗോപാല നൻകെ നൻപക്ക ಗೊತ್ತಿಲ್ಲ ನನ್ ಮಗನೇ. കുനിച്ചെടുത്തിക്കോ, വിടണ്ട. ഞാനൊന്ന് ചെണ്ട കൊട്ടട്ടെ. ശിവന് നമുക്കുള്ളവരില്ല, അതിന്റെ പേരിൽ പിള്ളേരെ ഏൽപ്പിച്ചു കൊടുത്തു. മരിക്കുന്നവരെ ഞാൻ കൂടെ കാണും. എന്നെ കൈ വിടരുത്. മല്ലയ്യയുടെ കൂടെ ഇനി ഞങ്ങളുണ്ടാ. പൊക്കടാ ശിവനെ. ശിവനെ, പണിക്കാരാ സൂക്ഷിച്ച് തള്ളനെ. കയറ്റമാണ്. ഈ പണിയെടുത്ത് ജീവിക്കുന്നതാ ഏറ്റവും വലിയ പണി. ഈ വണ്ടിക്കാളയൊക്കെ സമ്മതിക്കണം. ആഹാ, നിനക്ക് ചുമടാണല്ലേ പണി. ഞാൻ വണ്ടിക്കാളയാ. അങ്ങോട്ട് സ്പീഡിന് നടകാളെ. അത് ശരി. നമുക്ക് പണിയും തന്നിട്ട് മല്ലയ്യ കുടുംബാസൂത്രണങ്ങളുമായിട്ട് എങ്ങോട്ടാ?
ನನ್ಬಕ್ಕೆ ಗೊತ್ತಿಲ್ಲ ನನ್ ಮಗನೇ. ಗೊತ್ತಲಕ್ಕೆ ನಿರ್ತಿಸಲೇ. ಹಲೋ, പിടിവിടല്ല പണിക്കരെ, പിടിവിട്ടല്ലേ. ഇന്നിനെ പ്രദേശം കണ്ട ഞാൻ താഴെ പാറക്കുളത്തിലോ ചാണാക്കുള്ളിലോ കാണും.